മിരാഷ് കഥാപാത്രങ്ങൾ ഒരു മരീചിക പോലെ പെരുമാറുന്ന സിനിമ. ഫെയ്റ്റ്സ് ആസ് ഇറ്റ് ഗെറ്റ്സ് ക്ലോസർ എന്ന ടാഗ്ലൈനോടുകൂടി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഇന്ന് പുറത്തിറങ്ങിയ മിരാഷ് എന്ന മലയാള സിനിമ കാഴ്ചയിൽ മങ്ങിയോ അതോ തെളിഞ്ഞോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു സിനിമാക്കാരി. പുതിയ സിനിമ റിവ്യൂയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ത്രില്ലറുകളിൽ എത്തുമ്പോൾ മികച്ച ഔട്ട്പുട്ട് നൽകുന്ന സംവിധായകനാണ് ജീത്തു ജോസഫ്. ശ്രീനിവാസ് അബ്രോളിനൊപ്പം തിരക്കഥ എഴുതിയ ഈ ചിത്രത്തിലും കഥാപാത്ര സൃഷ്ടികളിൽ പരീക്ഷണം നടത്താൻ അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നു. കോയമ്പത്തൂരിലെ രാജ്കുമാർ ഫിനാൻഷ്യൽ കൺസൾട്ടേഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കിരൺ ഒരു ട്രെയിൻ അപകടത്തിൽ മരണപ്പെടുന്നു. അയാളുടെ മരണത്തെ തുടർന്നുണ്ടാകുന്ന അന്വേഷണങ്ങളും അതേ തുടർന്ന് ചുരുളഴിയുന്ന രഹസ്യങ്ങളുമാണ് കഥയുടെ ഇതിവൃത്തം. പക്ഷേ ഈ കഥയിൽ സത്യമേതെന്ന് വിശ്വസിക്കാൻ പ്രേക്ഷകനാവുന്നില്ല. നായകനാര് പ്രതിനായകനാര് എന്ന് കണ്ടെത്താൻ പ്രേക്ഷകൻ കഷ്ടപ്പെടുന്നു. വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങി അവസാനത്തെ 20 മിനിറ്റിൽ സിനിമ ഉയർന്നു വരികയും ക്ലൈമാക്സിൽ നല്ലൊരു ഹൈ മൊമെന്റ് തരാനും ശ്രമിക്കുന്നുണ്ട്. പ്രകടനങ്ങളിൽ ചലഞ്ചിങ് ആയതല്ലെങ്കിലും അശ്വിനായി ആസിഫ് അലി മികച്ചു നിൽക്കുന്നു. അഭിരാമിയായ അപർണ ബാലമുരളിയും നല്ല പ്രകടനം നടത്തി. അന്ന രജികോഷിയുടെ ഋത്തികയായുള്ള പ്രകടനവും തരക്കേടില്ലായിരുന്നു. ഹക്കീം ഷാ, ദീപക് പറമ്പോൾ, SP ആയിത്യ സമ്പത് രാജ് എന്നിവരുടെ പ്രകടനം ഓക്കെ എന്ന് മാത്രം പറയാം. ആദ്യ ഹാഫിലെ രംഗങ്ങൾ വളരെ ഓർഡിനറിയായി ഫീൽ ചെയ്തു. അത് സിനിമയുടെ സ്ലോ ഫേസ് നിലനിർത്താനാവാം. എന്നാൽ സിനിമയുടെ അവസാന രംഗങ്ങളിൽ കഥ മാറുന്നതുപോലെ തന്നെ വിഷ്വലും മാറുന്നുണ്ട്. പശ്ചാത്തല സംഗീതത്തിനും ഈ സ്വഭാവം കാണുന്നു. അതായത് പതിയെ തടങ്ങി അവസാനമൊരു കത്തിക്കേറാനുള്ള ശ്രമം. തീവ്രമായൊരു പ്രതികാരത്തിന്റെ കഥയാണ് സിനിമ പറയുന്നതെങ്കിലും ആ പ്രതികാരം ആരോടാണ് ചെയ്യേണ്ടതെന്ന് പ്രധാന കഥാപാത്രം ശരിക്കും അന്വേഷിച്ചില്ലേ എന്നൊരു ചോദ്യം കാണുന്നവരിലുണ്ടാകാം. അതുപോലെ തന്നെ തോക്കുമായി വരുന്ന ചില നെഗറ്റീവ് കഥാപാത്രങ്ങളും അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല. കോഫി ഷാപ്പിൽ നിന്നും കാട് കയറിയുള്ള അടിയും പുഴവക്കത്തെ വീട് കത്തുന്നതുപോലെ ദഹിക്കാൻ കഴിയാത്ത രംഗങ്ങളും സിനിമയിലുണ്ട്. ശരിക്കും തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ മരീചിക. മുന്നിൽ കാണുന്ന കഥാപാത്രങ്ങളിൽ ആര് വിശ്വസിക്കുമെന്നൊരു അങ്കലാപ്പ് പ്രേക്ഷകനിൽ സിനിമ സൃഷ്ടിക്കുന്നു. ഫെയ്റ്റ്സ് ആസ് ഇറ്റ് ഗെറ്റ്സ് ക്ലോസർ എന്ന ടാഗ്ലൈൻ സിനിമയ്ക്ക് ഇണങ്ങുന്നുണ്ട്. അവസാനത്തെ ഹൈ മൊമെന്റുകൾ കുഴപ്പമില്ലാത്ത ഒരു പടം കണ്ടിറങ്ങി എന്നൊരു തോന്നൽ ചിലപ്പോൾ കാഴ്ചക്കാരന് നൽകും. പക്ഷെ ആ തിരിച്ചറിവിൽ നിന്ന് സിനിമ പുറകോട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ അതിലെ ലൂപ്പ് ഹോളുകളും പരിമിതികളും വെളിപ്പെടുകയും ചെയ്യും. ഒരു ആവറേജ് സിനിമയായിട്ടാണ് മിരാഷ് എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾ മിരാഷ് കണ്ടോ? ഏത് കഥാപാത്രമാണ് നിങ്ങളെ ആകർഷിച്ചത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ എഴുതൂ. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.